friends, welcome back to amiZ Cook and Craft. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ടിക്ക മസാലയാണ്. നമ്മൾ നോർമൽ ചിക്കൻ ടിക്ക എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. സോ അതിനെ കുറച്ച് ഗ്രേവി ടൈപ്പാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി പ്രസ് ചെയ്യാം. അപ്പം എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ്സാവത്തില്ല. അപ്പോൾ ചിക്കൻ കഴുകി ക്ലീനാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 ടീസ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ ജീരകപ്പൊടി ആഡ് ചെയ്യുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്യണം. 1 ടീസ്പൂൺ തൈര് ആഡ് ചെയ്യുക. പുളിയില്ലാത്ത തൈരാണ്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുക. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നീരാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായി കുഴച്ചെടുക്കണം. ഇനി ഇത് അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. ഈ ടൈമിൽ നമുക്ക് അതിലേക്ക് വേണ്ട ഫ്രഷ് ക്രീം ഉണ്ടാക്കാം. നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടാണ് ഫ്രഷ് ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് പാലെടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ മിക്സ് നമ്മുടെ പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇത് അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് കുറുകി വരണം. അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വരണം. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കഷ്ണം ബട്ടർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടി നന്നായി തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ബട്ടറൊക്കെ മെൽറ്റായിട്ട് നന്നായിട്ട് ഒന്നുകൂടി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് ഇറക്കി വയ്ക്കാം. ഇത് ചൂടാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാനിൽ ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ബട്ടറാണ് ഫ്രൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ്റെ പീസ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ പീസ് കംപ്ലീറ്റ് ആയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ നോർമൽ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന അതേപോലെ തന്നെയാണ്. 2 സൈഡും ചിക്കൻ ടിക്ക ആയതുകൊണ്ടാണ് നമ്മൾ ബട്ടർ ആഡ് ചെയ്യുന്നത്. ബട്ടർ ആഡ് ചെയ്യുമ്പോഴാണ് അതിന് ആ സ്മെല്ലും ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടത്തുള്ളൂ. ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഓവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ചിട്ടായാലും ടിക്ക ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയി വന്ന് ചിക്കൻ ടിക്ക റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും അടിപൊളിയാണ്. നല്ല ടേസ്റ്റാണ്. നമ്മൾ നോർമൽ ചിക്കൻ ഫ്രൈ കഴിക്കുന്നതിനെക്കാട്ടിയും അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് വേണ്ട മസാല ഉണ്ടാക്കി. അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകം നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇനി അതിലേക്ക് സവാള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 2 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടും. ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തക്കാളിയുടെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഒരു വലിയ തക്കാളി നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തതാണ്. വേറെ വെള്ളം ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അങ്ങനെ തന്നെ അരച്ചെടുത്തതാണ്. അതുകൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ തക്കാളിയിലുള്ള വെള്ളമൊക്കെ നന്നായി വറ്റി വരണം. ഇനി അതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്.
1 ടീസ്പൂൺ ജീരകപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഗരം മസാല കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ 1 കപ്പോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. അപ്പം ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫ്രഷ് ക്രീമിൻ്റെ മിക്സ് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയിൽ ചെറിയ ഗ്രൈൻഡർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരയ്ക്കുക. ഒരു 30 സെക്കൻഡ് ഒന്ന് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഫ്രഷ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ മസാല ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. ചിക്കൻ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച പീസാണ്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഗ്രേവി കംപ്ലീറ്റ് ആയിട്ട് ചിക്കനിൽ കോട്ട് ചെയ്യണം. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 ടീസ്പൂൺ ഫ്രഷ് ക്രീം ആഡ് ചെയ്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് നമുക്ക് അധികം ടൈം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത ഫ്രഷ് ക്രീം ആണല്ലോ. ഇനി നമ്മൾ അതിലേക്ക് മല്ലിയില ചെറുതാക്കി അരിഞ്ഞത് കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കസ്തൂരി മേത്തി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ടിക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മൾ കറി ടൈപ്പ് ആയതുകൊണ്ടാണ് ഓവർ ഡ്രൈ ആക്കാത്തത്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ റെസിപ്പിയാണ്, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റിയാണ്. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ സൂപ്പറാണ്. നോർമൽ റൈസിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളിയാണ്. നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടാണ് ഫ്രഷ് ക്രീമൊക്കെ ഉണ്ടാക്കിയത്. ഫ്രഷ് ക്രീം ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഞാൻ പിന്നൊരെണ്ണം ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യാണ്. ബി സ്റ്റേ ആൻഡ് സ്റ്റേ അറ്റ് ഹോം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.